ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് ഞാൻ നേരുകയാണ്. ഇന്ന് നമ്മൾ നോക്കുക ഒരു വ്യക്തിയുടെ ആഴമേറിയ വിശ്വാസത്തിലേക്കാണ്. അത് നമ്മൾ സുവിശേഷത്തിൽ കണ്ടുകൂട്ടുന്ന ശതാധിപനാണ്. ശതാധിപൻ ഈശോയുടെ അടുത്തെത്തിയിട്ട് തൻ്റെ ഭൃത്യന് വേണ്ടി ഈശോയോട് ചോദിക്കുകയാണ്. ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനമായ വേദന അനുഭവിക്കുന്നു, അതുകൊണ്ടൊന്ന് വന്ന് സുഖപ്പെടുത്തണമേ. അപ്പോൾ ഈശോ പറയും, ഞാൻ വരാം. അപ്പോൾ ശതാധിപൻ പറയുന്ന വിശ്വാസത്തിൻ്റെ, ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഒരു വാചകമുണ്ട്. അത് പ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 8-ാം തിരുവചനം. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ആ വ്യക്തിയുടെ ആഴമേറിയ വിശ്വാസം നോക്കിയേ. ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ആ വ്യക്തി പറയുകയാണ്, നീ കടന്നു പോരാൻ അതിനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല, എൻ്റെ ഭവനം അത്ര നല്ല ഭവനമൊന്നുമില്ല. അയാൾ ആളുടെ അവസ്ഥ ഏറ്റുപറയും ഈശോയുടെ മുമ്പിൽ. പക്ഷെ അതോടൊപ്പം വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. പ്രിയ സഹോദര സഹോദരി, ഈശോ ഒരു വാക്ക് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് അതാ പറയുക. അത് നേടിയെടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ജീവിതത്തിൽ പല പ്രതിസന്ധികളുടെ നടുവിലല്ലേ നീ, ഒരുപിടി നിയോഗങ്ങളൊക്കെ അല്ലേ നിനക്ക് ഉറച്ച് ഈശോയെന്ന് പറയാൻ പറ്റും, ഈശോയെ എൻ്റെ പ്രശ്നം നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, നീ ഒന്ന് നോക്കിയാൽ മതി, നീ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, ഉത്തരം കിട്ടും. ചങ്കൂറ്റത്തോടെ ഒന്ന് പറയാവോ? ഈശോ അതാ ആഗ്രഹിക്കുക. നീ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ദർശിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ആഴമേറിയ ഒരു വിശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും നീ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, നിന്റെ ഒരു ഇടപെടൽ മാത്രം മതി, എല്ലാം ശരിയാവുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടാൻ നിന്റെ നാമത്തിൽ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന